ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏറ്റവും സാധാരണമായ വാക്കുകളിൽ ഒന്നാണ് സസ്റ്റൈനബിലിറ്റി. സർക്കാരിൻ്റെ പദ്ധതികളും കമ്പനികളുടെ റിപ്പോർട്ടുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നമുക്ക് ഈ വാക്ക് കേൾക്കാം. പക്ഷേ പലപ്പോഴും അതൊരു ബസ് വേർഡായി മാത്രം മാറുന്നു. യഥാർത്ഥത്തിൽ സസ്റ്റൈനബിലിറ്റി വലിയ പദ്ധതികളോ പ്രസംഗങ്ങളോ അല്ല. അത് നമ്മൾ ദിവസേന എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളാണ്. വ്യക്തിപരമായി, കുടുംബങ്ങളായി, സംഘടനകളായി നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പ്, അവയെ മാനസിക ആരോഗ്യത്തോടും സാമൂഹിക ശാസ്ത്രീകരണത്തോടും ബന്ധിപ്പിക്കുമ്പോൾ സസ്റ്റൈനബിലിറ്റി ഒരു ജീവിത ശൈലിയായി മാറും. ഇന്ന് നമുക്ക് സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കും. വ്യക്തിപരമായി തുടങ്ങാം. സസ്റ്റൈനബിലിറ്റി ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അടുത്തുള്ള സ്ഥലത്തേക്ക് നടക്കുകയോ സൈക്കിൾ ഉപയോഗിക്കുകയോ ചെയ്യുക. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കി സ്വന്തം വെള്ളക്കുപ്പി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ലൈറ്റുകളും ഉപകരണങ്ങളും ഉപയോഗിക്കാത്ത സമയത്ത് ഓഫ് ചെയ്യുവാനായി ശ്രമിക്കുക. ചെറിയ കാര്യങ്ങളായി തോന്നുമെങ്കിലും ഇവ ചേർന്നാൽ വലിയ മാറ്റം ഉണ്ടാക്കും. അതിലും പ്രധാനമായി ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വപരമായ ജീവിതം നമ്മെ കൂടുതൽ സമാധാനപ്രീതരും വ്യക്തിബന്ധം ഉള്ളവരുമാക്കി മാറ്റും. കുടുംബങ്ങൾ വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ കഴിവുള്ളവയാണ്. കുട്ടികൾ അടുക്കള മാലിന്യം കമ്പോസ്റ്റ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന ഒരു വീട്. മാതാപിതാക്കൾ മൈൻഡ്ഫുൾ ഉപയോഗം മാതൃകയാക്കുന്ന ഒരു വീട്. ആഘോഷങ്ങൾ പരിസ്ഥിതി സൗഹൃദമായി നടത്തപ്പെടുന്ന ഒരു വീട്. ഇവയെല്ലാം മൂല്യങ്ങൾ പഠിപ്പിക്കും. അടുത്ത തലമുറയ്ക്ക് ഭൂമിയെ സംരക്ഷിക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ സന്ദേശമാണ് ഈ ആക്ഷനിലൂടെ അവർക്ക് ലഭിക്കുന്നത്. കുടുംബത്തിൽ സസ്റ്റൈനബിലിറ്റി ഒരു പതിവായി മാറുമ്പോൾ ബന്ധങ്ങൾ ശക്തമാക്കപ്പെടുകയും അഭിമാനം വളരുകയും ചെയ്യും. ഇനി സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് സംഘടനകൾക്കും ഓർഗനൈസേഷനുകൾക്കും എന്ത് ചെയ്യാം എന്ന് നോക്കാം. പലപ്പോഴും സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടുകളിൽ മാത്രം കാണുന്ന ഒരു ചെക്ക് ബോക്സ് ആയി മാറും. പക്ഷേ യഥാർത്ഥ ഉത്തരവാദിത്തം അതിനേക്കാൾ ആഴത്തിലാണ്. പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പുതുക്കാവുന്ന ഊർജങ്ങളിൽ നിക്ഷേപിക്കുക, പ്രാദേശിക വിതരണക്കാരെ പിന്തുണയ്ക്കുക, നീതിയുള്ള തൊഴിൽ നയങ്ങൾ നടപ്പാക്കുക. ഇവയാണ് യഥാർത്ഥ മാറ്റം. ഇത്തരത്തിലുള്ള സംഘടനകൾ പരിസ്ഥിതിയെ മാത്രം സംരക്ഷിക്കുന്നില്ല, അവ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നു, ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നു, വിശ്വാസം വളർത്തുന്നു, മാതൃകയായി മാറുന്നു. സസ്റ്റൈനബിലിറ്റി ഒരു പ്രോജക്റ്റ് മാത്രമല്ല, അതൊരു പ്രിൻസിപ്പിളാണെന്ന് അവർ തെളിയിക്കുന്നു. ഇനി സസ്റ്റൈനബിലിറ്റി മാനസികവും സാമൂഹികവുമായുള്ള ബന്ധങ്ങളെ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു അഥവാ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സസ്റ്റൈനബിലിറ്റി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിലുപരി ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതാണ്. ഉത്തരവാദിത്തത്തോടു കൂടി ജീവിക്കുമ്പോൾ നമ്മൾ ഒരു വലിയ കഥയുടെ ഭാഗമാണെന്ന് തോന്നും. നമ്മുടെ പ്രവൃത്തികൾക്ക് അർത്ഥമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. സസ്റ്റൈനബിലിറ്റി സ്വീകരിക്കുന്ന സമൂഹങ്ങൾ കൂടുതൽ ശക്തവും പ്രതിഷേധശേഷിയുള്ളവരുമായി മാറും. ഞാൻ മാത്രം എന്ന മനോഭാവത്തിൽ നിന്ന് നാം ഒരുമിച്ച് എന്ന മനോഭാവത്തിലേക്ക് മാറുമ്പോൾ മാനസിക ആരോഗ്യവും സന്തോഷവും വളരും. അതുകൊണ്ട് ബസ് വേർഡുകൾക്ക് അതീതമായി സസ്റ്റൈനബിലിറ്റി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. സസ്റ്റൈനബിലിറ്റി ദൂരെയുള്ള ഒരു ലക്ഷ്യമല്ല, ദിവസേന നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. നാം ഷോപ്പിംഗ് ചെയ്യുന്ന വിധം, നമ്മൾ ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന വിധം, ജോലി തിരഞ്ഞെടുക്കുന്നതോ ജോലി ചെയ്യുന്നതുമായുള്ള വിധം, പരസ്പരം പരിചരിക്കുന്ന വിധം, ഇവയിലെ എല്ലാം സസ്റ്റൈനബിലിറ്റി തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് കഴിയും. വ്യക്തികളും കുടുംബങ്ങളും സംഘടനകളും സസ്റ്റൈനബിലിറ്റി ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അവ ഭൂമിയെ മാത്രം സംരക്ഷിക്കുന്നില്ല, അവർ നമ്മുടെ മാനസിക ശക്തിയും സാമൂഹിക ബന്ധവും കൂട്ടായ പ്രവർത്തനങ്ങളും വളർത്തും. ഉത്തരവാദിത്വം സന്തോഷമായി മാറുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങൾ വലിയൊരു പ്രസ്ഥാനമായി മാറ്റും.